CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസ് ഗുണ്ടകളുടെ അഭയകേന്ദ്രവും ജില്ലാ സെക്രട്ടറിയും ആരോഗ്യമന്ത്രിയും മറ്റ് നേതാക്കളും ക്രിമിനലുകളുടെ സംരക്ഷകരുമാണെന്ന് DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ ആരോപിച്ചു. കാപ്പ ചുമത്തി അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞ മുൻ BJP അനുഭാവിയായ ശരൺചന്ദ്രൻ അടക്കമുള്ളവരെ സംസ്ഥാന ശിശുക്ഷേമ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ആരോഗ്യമന്ത്രിയുടെയും CPM ജില്ലാ സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ CPM അംഗത്വം നൽകി സ്വീകരിച്ച നടപടി രാഷ്ട്രീയ ധാർമ്മികതയുടെ ലംഘനവും CPM പാർട്ടിയുടെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ക്രിമിനൽ വൽക്കരണത്തിന്റെ അവസാനത്തെ ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസ് ഗുണ്ടകളുടെ അഭയ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി ശ്രീ KP ഉദയഭാനു വന്നതിന് ശേഷം ജില്ലയിൽ പാർട്ടി പ്രവർത്തനമല്ല അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഗുണ്ടകളെ വളർത്തുവാനും അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ജില്ലയിലെ CPMഉം അതിന്റെ നേതാക്കളും ഗുണ്ട, മദ്യ, മണൽ, ക്വാറി മാഫിയകളുടെ സംരക്ഷകരും സഹായികളുമാണെന്ന കോൺഗ്രസ് വെളിപ്പെടുത്തലുകളുടെ നേർസാക്ഷ്യവുമാണ് കഴിഞ്ഞ ദിവസം കുമ്പഴയിൽ കണ്ടതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇത്തരം ക്രിമിനൽ സംഘങ്ങളെ ഉപയോഗിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി UDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന 20-ൽ പരം സഹകരണ ബാങ്കുകളാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി കള്ളവോട്ട് ചെയ്ത് പിടിച്ചടക്കിയത്. തിരുവല്ല ഈസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ഏനാത്ത് സർവീസ് സഹകരണ ബാങ്ക്, പത്തനംതിട്ട, തിരുവല്ല കാർഷിക വികസന ബാങ്കുകൾ എന്നിവ ഇതിൽ പ്രധാനപ്പെട്ട ചില ബാങ്കുകളാണെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് DCC പ്രസിഡന്റ് CPMനെതിരെ ആരോപണമുന്നയിച്ചത്. വാർത്താസമ്മേളനത്തിൽ DCC വൈസ് പ്രസിഡന്റ് A സുരേഷ് കുമാർ, ജനറൽ സെക്രട്ടറി സാമുവൽ കിഴക്കുപുറം എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.